ആൾക്ക് വേണ്ടത് ഒരു സെക്സ് ടോയും ഒരു വീട്ടുജോലിക്കാരിയുമായി. മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരം തന്നെയാണ് നടി സോന. നിരവധി ഹിറ്റ് സീരിയലുകൾ നൽകുന്ന ഏഷ്യാനെറ്റിലെ ഏറ്റവും നല്ല ഹിറ്റ് പരമ്പരയായിരുന്നു സ്നേഹക്കൂട്ട്. സ്നേഹക്കൂട്ടിലെ തന്നെ ഒരു താരമായി എത്തിയ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സോന തൻ്റെ ആദ്യ വിവാഹബന്ധത്തിൽ അനുഭവിച്ച ദാരുണ കാര്യങ്ങളെക്കുറിച്ചാണ് വെളിപ്പെടുത്തുന്നത്. അദ്ദേഹം ഇപ്പോൾ രണ്ടാമത് വിവാഹം കഴിച്ചിരിക്കുന്നു എന്നുകൂടി പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടി നടത്തിയിരിക്കുന്നത്. താൻ ഗർഭിണിയായിരുന്നപ്പോൾ പോലും തന്നെ വെറുതെ വിട്ടിരുന്നില്ല എന്നാണ് അയാളെക്കുറിച്ച് പറയുന്നത്. ഒരു സെക്സ് ടോയ് ആയിട്ടായിരുന്നു തന്നെ ഉപദ്രവിച്ചിരുന്നതെന്നും ഉപയോഗിച്ചിരുന്നതെന്നും നടി വെളിപ്പെടുത്തുന്നു. 3 മാസത്തെ ദാമ്പത്യം കൊണ്ട് ഒരു ജന്മം മുഴുവൻ അനുഭവിക്കാനുള്ളത് അനുഭവിച്ചു എന്നാണ് സോന പറയുന്നത്. ഡിവോഴ്സായിട്ട് 6 വർഷം കഴിഞ്ഞു. 18-ാം വയസ്സിലായിരുന്നു വിവാഹം തന്നെ നടന്നത്. 18 വയസ്സിൽ വിവാഹം നടന്നത് എത്ര ബോധമുണ്ടാകും ഒരു കുട്ടിക്ക് എന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു ബോധം മാത്രമേ തനിക്കുണ്ടായിരുന്നുള്ളൂ. പുറകെ നടന്ന് പ്രണയം പറഞ്ഞത് അദ്ദേഹം തന്നെയായിരുന്നു. എൻ്റെ വീട്ടുകാരെ ഞാൻ കുറ്റം പറയില്ല എന്ന് സോന പറയുന്നുണ്ട്. ലവ് മാരേജ് എന്ന് പറയാനും പറ്റില്ല എന്നെടുത്ത് പറയുന്നുണ്ട്. വേണം വേണ്ട എന്ന മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിരുന്നത്. ശരിക്കും വിവാഹം വേണോ എന്ന് ചിന്തിക്കുന്നിടയ്ക്ക് തന്നെ വിവാഹം നടന്നു എന്ന് വേണം പറയാൻ. ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ വന്ന് സംസാരിക്കാനാണ് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത്. കല്യാണം ഉറപ്പിച്ച ശേഷം ഞാൻ അദ്ദേഹത്തിൽ അഡിക്റ്റായി മാറി. പക്ഷെ അയാൾക്ക് പല പ്ലാനുകളും ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു എൻ്റെ ലോകം. പക്ഷെ കല്യാണം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അയാളുടെ സ്വഭാവം ആകെ മാറി തുടങ്ങി. സൈക്കോയാണെന്ന് പറയാം. മെൻ്റലി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അയാൾ ഇപ്പോൾ വീണ്ടും വിവാഹം കഴിച്ചിരിക്കുന്നു. ഇഷ്ടമാണെന്ന് പറഞ്ഞ് എൻ്റെ പുറകെ വന്നൊരു വ്യക്തിയാണ്. ഒരുപാട് ശല്യപ്പെടുത്തിയിട്ടാണ് എനിക്ക് തിരിച്ച് ഇഷ്ടമാണെന്ന് എന്നെക്കൊണ്ട് പറയിപ്പിച്ചു എന്ന് തന്നെ പറയണം. അത്രയും കാലം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുകയായിരുന്നു. ഇനി എനിക്ക് അനുഭവിക്കാൻ വയ്യ എന്നൊരവസ്ഥയുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മളെടുത്ത തീരുമാനം വളരെ മോശമായി പോയി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വരുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനും അതിൽ നിന്ന് മറികടക്കാനും ഒക്കെ പ്രയാസമാണ്. ആ പ്രയാസത്തിലൂടെ ഞാൻ കടന്നു പോവുകയായിരുന്നു. എന്ത് ചെയ്യണമെന്നോ എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നോ ഒന്നും അറിയില്ല. എങ്ങനെ ഇത് വേർപിരിയലിൻ്റെ വക്കിൽ വരെ എത്തിയെന്നും എനിക്കറിയില്ല. ഞാൻ ഒരുപാട് അനുഭവിച്ചതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലൊരു വാക്കിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ തുറന്നു പറയാൻ എനിക്ക് ജീവിതത്തിൽ പറ്റുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. ഒരുപക്ഷെ പ്രേക്ഷകർ പറയുന്നത് പോലെ സംഭവിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ പോലും അതിനെക്കുറിച്ച് വളരെയധികം ചർച്ച ചെയ്യുന്നുണ്ടാകും. പ്രേക്ഷകർ വളരെ കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാകും. ആരാധകർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടാകും എന്ന് തന്നെ പറയാം. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ സോനയെക്കുറിച്ചുള്ള വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത്. പ്രേക്ഷകർ വളരെ കൃത്യമായി തന്നെ അന്വേഷിക്കുന്ന ഒരു കാര്യമായി ഇത് മാറുകയാണ്. അത്രമാത്രം പ്രേക്ഷകർ തന്നെയാണ് ഇവരുടെ വാർത്തകൾ ഓരോ തവണയും ഏറ്റെടുക്കുന്നതെന്ന് പറയാം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം സ്നേഹമാണ് സോനയോട് ഇപ്പോൾ തോന്നുന്നത്. എന്നാലും അതിൽ നിന്ന് പുറത്തു വന്നല്ലോ, അത് തന്നെ വല്ല കാര്യമാണ്. ഇപ്പോഴും അങ്ങനെ ഉള്ള ബന്ധങ്ങൾ ജീവിച്ചു തീർക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് നമുക്ക് ചുറ്റും. അവർക്കിടയിൽ തന്നെ സോന ഒരു മാതൃകയായി മാറുന്നു എന്ന് കൂടി പറയണം. പ്രേക്ഷകരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആരാധകരും അതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.